ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 9-ാം സ്കന്ധം 21-ാം അധ്യായം. വിദധ വംശകീർത്തനം. ശ്രീശുകൻ പറഞ്ഞു: വിദധൻ തൻ മകൻ മഞ്ഞു തൽപുത്രന്മാർ ജയദ്രഥൻ ബൃഹൽക്ഷത്രൻ മഹാവീര്യൻ ഗർഗനും നരനും നൃപ. നരാത്മജൻ സംകൃതി തൽപുത്രൻ താൻ ഗുരുവും തഥാ മുപ്പാരും വാഴ്ത്തിടും ദാനിശ്രേഷ്ഠനാം രന്തിദേവനും. കിട്ടുന്നതെല്ലാം അപ്പപ്പോൾ ദാനം ചെയ്തു ദരിദ്രനായി വിശന്നു നാൾ പോക്കി ദൈവായത്തം വിത്തത്തിനാലവൻ തുടർച്ചയായി അന്നൊരിക്കൽ 48 ദിനം പ്രഭോ വെറും പട്ടിണിയിൽ കേണൊര കുടുംബം. അടുത്ത നാൾ സിദ്ധിച്ച ഗോതമ്പു ചോറും നെയ്യും ഉണ്ണാനൊരുങ്ങവേ വന്നു ചേർന്നാൻ അതിഥിയായി അഗൃഹത്തിലൊരന്തണൻ. സർവത്ര ഹരിയെ കാൺമൊരഗേഹി അതിഥിക്കുടൻ സാദരം ഭക്ഷണം നൽകി ഗമിച്ചാനഥ ഭൂസുരൻ. ശേഷം ഭുജിക്കാനായി വീണ്ടും ഭാവിക്കെ വന്ന ശൂദ്രനെ സൽക്കരിച്ചാൻ ശ്രീഹരിയെയോർത്തുകൊണ്ട ഗൃഹേശ്വരൻ. ശൂദ്രൻ ഗമിക്കെ വന്നോതി ഏതാൻ നായ്ക്കളുമൊത്തൊരാൾ. വിശന്നു പൊരിയും ഞങ്ങൾക്ക് അന്നമേകുക മന്നവ. അവശിഷ്ടാന്നം അത്യാദരത്തോടു നൽകി ഭൂപതി നമസ്കരിച്ചാൻ ആ ശ്വാക്കളെയും ശ്വപതിയെയുമേ. ശേഷിച്ചു കഷ്ടിച്ചൊരാൾക്കു വേണ്ടും നീർമാത്രം അഞ്ജസാ വന്നോതി ചണ്ടാളനേകൻ. സ്വൽപ്പം നീരേകണം വിഭോ. തളർച്ചയാൽ ദീനദീനം ചൊന്നൊരാ വാക്കു കേൾക്കവേ കൃപാർദ്രനായി രന്തിദേവൻ ചൊന്നാനേവം സുധോപമം. പ്രാർത്ഥിച്ചിടുന്നില്ലണിമാതിസിദ്ധിയോ വിമുക്തിയോ സർവഗനീശനോടു ഞാൻ. ശരീരമാണ്ടോർക്ക് അകമേ വസിച്ചു തദ്ദുഃഖം ഭുജിക്കുന്നതിനാണു കാക്ഷമേ. ജീവേച്ഛുവാം ദീനനു ജീവഹേതുവാം ജലാർപ്പണത്താൽ മമ സർവദുഃഖവും പൈതാഹവും ദീനതയും തളർച്ചയും നിവൃത്തമാവും ധ്രുവം ആത്മമോഹവും. ഏവം കഥിച്ചു ദാഹത്താൽ മരിക്കാറായൊരാ നൃപൻ നിസ്സർഗ കരുണാധീരൻ ചണ്ടാലന്നേകിനാൻ ജലം. ഫലേച്ഛുക്കൾക്കിഷ്ടദാനം ചെയ്യും ബ്രഹ്മാദ്യരാം സുരർ ആ മായാരൂപികൾ തഥാ നൽകിനാരാത്മദർശനം. ഏവരെയും വീണുകൂപ്പി നിസ്സംഗം വിഗതസ്പൃഹം ഭഗവാൻ വാസുദേവങ്കൽ അർപ്പിച്ചാൻ മാനസം നൃപൻ. ഫലാനാപേക്ഷമീവണ്ണം ചിത്തം തല്ലീനമാകവേ അടങ്ങിയങ്ങുതാൻ സ്വപ്നതുല്യം മായാപ്രപഞ്ചവും. തത്സംഗമാഹാത്മ്യത്താൽ അഭൂപൻ തൻ ജനമൊക്കെയും ഭഗവത് ഭക്തരാം യോഗനിഷ്ഠരായി തീർന്നു ഭൂപതേ. ഗർഗപുത്രൻ ശിനിനൃപൻ തൽപുത്രൻ ഗാർഗ്യനാം ദ്വിജൻ മഹാവീര്യന്നു ദുരിതക്ഷയൻ പുത്രൻ തദാത്മജൻ കവി ത്രയ്യാരുണി തഥാ പുഷ്കരാരുണിയും നൃപ. ബൃഹൽക്ഷത്രസുതൻ ഹസ്തി തൽകൃതം ഹസ്തിനാപുരം. ഹസ്തിപുത്രന്മാർ ദ്വിമേഢൻ പുരുമേഢ അജമേഢരും അജമേഢൻ്റെ പുത്രന്മാർ പ്രിയമേധാദ്യരാം ദ്വിജർ. മറ്റൊരുത്തൻ ബൃഹദിഷ്ഠ ബൃഹദ്ധനു തദാത്മജൻ ബൃഹത്കായൻ തൽസുതൻ താൻ ജയദ്രഥൻ. തൽപുത്രൻ വിശദൻ സേനജിത്തു പിന്നെ തദാത്മജർ വത്സൻ കാശ്യൻ ദൃഢധനുസ്സെന്നവൻ രുചിരാശ്വനും. രുചിരാശ്വസുതൻ പാരൻ പൃഥുസേനൻ തദാത്മജൻ. പാരൻ്റെ മകനാം നീപന്നുണ്ടായി പുത്രശതം നൃപ. നീപന്നുണ്ടായി ബ്രഹ്മദത്തൻ കൃത്യുയാം ശുകകന്യയിൽ ജൈഗീഷവ്യോപദേശത്താൽ യോഗശാസ്ത്രം രചിച്ചവൻ. ആ യോഗി തൽഭാര്യ ഗോവിൽ വിശ്വക്സേനൻ പിറന്നുപോൽ. ഉദക്സ്വനൻ തൽസുതനായി ഭല്ലാദനഥ തൽസുതൻ. യവീനരൻ ദ്വിമേഢൻ തന്നാത്മജൻ കൃതിമാൻ തഥാ സത്യധൃത്യഭിധൻ പിന്നെ ദൃഢനേമി സുപാർശ്വകൻ. സുമത്യാഖ്യൻ സന്നതിമാൻ തൽപുത്രൻ കൃതിയെന്നവൻ ഹിരണ്യനാഭങ്കൽ നിന്നും യോഗമാർന്നാറു സംഹിത പ്രാച്യസാമങ്ങൾക്കു തീർത്താൻ. നീപൻ
കൃതിസുതൻ തഥാ ഉഗ്രായുധൻ ക്ഷേമ്യനഥ സുവീരാഖ്യൻ രിപുഞ്ജയൻ. പിന്നെ ബഹുരഥൻ രാജൻ പുരുമേഢൻ അപുത്രനായി അജമേഢന്നു താനുണ്ടായി നീലൻ നളിനിയിൽ തഥാ ശാന്തി. പിന്നെ സുശാന്താഖ്യൻ പുരജൻ പിന്നയർക്കനും ഭർമ്യാശ്വന്തൻ സുതന്നുണ്ടായി മുൽഗലാഖ്യൻ യവീനരൻ. കാമ്പില്യാഖ്യൻ ബൃഹദിഷു സഞ്ജയാഭിധനും ക്രമാൽ എൻ പഞ്ചേന്ദ്രിയ രക്ഷയ്ക്കു പോരും ഈ 5 പുത്രരും എന്നോതി ഭർമ്യാശ്വൻ. ഏവം അവർ പാഞ്ചാലസപ്നിതർ മൗൽഗല്യസപ്ഞർ വിപ്രന്മാർ മുൽഗലൻ തൻ പരമ്പര. ദിവോദാസൻ മുൽഗലൻ തൻ സുതൻ കന്യയഹല്യയും ഉണ്ടായി ഗൗതമർഷിക്കു ശതാനന്ദനഹല്യയിൽ തൽപുത്രന സത്യധൃതി ധനുർവേദ വിശാരദൻ. പിന്നെ ശരദ്വാൻ തദ്രേതസുർവശീദർശനത്തിനാൽ ഓടപ്പുല്ലിങ്കൽ വീണുണ്ടായി തീർന്നോരാമിഥുനത്തിനെ നായാട്ടിൽ ശന്തനു നൃപൻ കണ്ടെടുത്തു വളർത്തിപോൽ അതിൽ പുമാൻ കൃപൻ കന്യകൃപിയോ ദ്രോണപത്നിയായി. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 21-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.